Welcome to our Commerce Classroom. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ മണി മാർക്കറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു, മണി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. ക്യാപിറ്റൽ മാർക്കറ്റിലും മണി മാർക്കറ്റിലും ഒക്കെ നമ്മൾ ട്രേഡ് നടത്തുന്ന ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ മണി മാർക്കറ്റിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, ആരൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള റെഗുലേറ്റിംഗ് അതോറിറ്റീസ് ആയിട്ട് വരുന്നത്, നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതിന്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ്, ഇന്ത്യൻ മണി മാർക്കറ്റിൽ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സബ് മാർക്കറ്റുകൾ ഏതൊക്കെയാണ്, നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ. ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാർക്കറ്റിൽ എന്താ ചെയ്യുന്നത്? ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് എ മോണിറ്ററി സിസ്റ്റം. അതൊരു മോണിറ്ററി സിസ്റ്റം ആണ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ലെൻഡിങ് ആൻഡ് ബോറോവിംഗ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. അപ്പൊ ഷോർട്ട് ടേം ഫണ്ടുകൾ ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനുമുള്ള ഒരിടം, ഒരു സ്പേസ്, ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ത്, നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ബോറോ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ കട എടുക്കാനാണ് അർത്ഥം. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരിടുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ഓഫ് ഫണ്ട് ആയിരിക്കും. ലെൻഡ് ചെയ്യാൻ വരുന്ന വ്യക്തി ഇൻവെസ്റ്റർ ആയിരിക്കും. അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് ഫണ്ട് ആയിരിക്കും. അപ്പൊ എക്സസ് ഫണ്ടുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഡെഫിസിറ്റ് ഫണ്ടുള്ള ആളുകൾക്ക് ബോറോ ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ മണി മാർക്കറ്റ്. അതെങ്ങനെ ചെയ്യുന്നത്? ഷോർട്ട് ടേം ഫണ്ടുകളാണ് ചെയ്യുന്നത്. അപ്പൊ അപ് ടു 1 ഇയർ വരെ കാലാവധിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോറോയിങ്ങും ലെൻഡിങ്ങും എല്ലാം നടക്കുന്നത്. അപ്പൊ കടമെടുക്കുന്ന വ്യക്തി, അതായത് ബോറോ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തിനുള്ളിൽ കടമെടുത്ത കാശ് തിരിച്ചു കൊടുക്കണം. ലെൻഡ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തിനുള്ളിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടും. അതിനകത്തൊന്നൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ബോറോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും ലെൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവരുടെ ഷോർട്ട് ടേം ഫണ്ടുകളുടെ റിക്വയർമെന്റുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്ലേസ് എ മേജർ റോൾ ഇൻ റെഗുലേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇന്ത്യൻ മണി മാർക്കറ്റ്. അപ്പൊ ഇന്ത്യൻ മണി മാർക്കറ്റിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്ത ഒന്ന് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ, ഒരു ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്, ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ സ്ട്രക്ചർ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം പോലെ തന്നെയാണ് ഇന്ത്യൻ മണി മാർക്കറ്റും വരുന്നത്. അവിടെ 2 വിങ്ങുകൾ ഉണ്ട്, ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നല്ലോ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും. ഓർഗനൈസ്ഡ് സെക്ടറിന് ഗവൺമെന്റ് കൺട്രോളിൽ വരും. അത് 4 ആയിട്ട് തിരിഞ്ഞു നമ്മൾ പറഞ്ഞു. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ സർവീസസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 4 ആയിട്ട് അതിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവും നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഇവിടെയും ഇന്ത്യൻ മണി മാർക്കറ്റിന് എന്തുണ്ട്? 2 വിങ്ങുകളാണുള്ളത്, ഓർഗനൈസ്ഡ് വിങ്ങും അൺഓർഗനൈസ്ഡ് വിങ്ങും. ഓർഗനൈസ്ഡ് വിങ് എന്ന് പറഞ്ഞാൽ ആരുടെ കീഴിലായിരിക്കും വരുന്നത്? സ്ട്രിക്ട്ലി കൺട്രോൾ ഓഫ് ദ RBI. RBIയുടെ കൺട്രോളിലായിരിക്കും എന്ത് വരുന്നത്? ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് വരുന്നത്. ഇനി അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിജീനിയസ് ബാങ്ക്, ലോക്കൽ മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, ബ്രോക്കേഴ്സ്, ഡീലേഴ്സ്, ചിറ്റ് ഫണ്ട് നീതീസ്, ഇവർ തന്നെയാണ് എവിടെയോ ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ അൺഓർഗനൈസ്ഡ് സെക്ടറിലും ഉണ്ടായിരുന്നത്. അപ്പൊ സെയിം പേഴ്സൺസ് ആണ് എവിടെയും വരുന്നത്? അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് മണി മാർക്കറ്റിലും ഉള്ളത്. ഇനി നമ്മളൊന്ന് നോക്കുക, ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു RBIയുടെ കൺട്രോളിലാണ് വരുന്നത്. ആ RBIയുടെ കൺട്രോളിൽ എത്രയൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കുക. DFHI എന്ന് പറഞ്ഞാൽ SBI DFHI, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് DFHIയുടെ ഫുൾ ഫോം. ഓൾറെഡി നമ്മൾ DFHIനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ DFHI ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട് മണി മാർക്കറ്റിൽ, ഡെവലപ്മെന്റ് ബാങ്കുകൾ ഇതെല്ലാം IFCI, നബാർഡ്, SFC, എക്സിം ബാങ്ക്, IDBI ബാങ്ക്, അങ്ങനെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ബാങ്കുകൾ മണി മാർക്കറ്റിലെ ബെനിഫിഷ്യറീസ് ആണ്. പിന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, UTI, പ്രൈവറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഫോറിൻ മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാം നമ്മുടെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിന്റെ ഉപഭോക്താക്കളാണ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിലെ അല്ലെ ഓർഗനൈസ്ഡ് വിങ് ഓഫ് മണി മാർക്കറ്റിന്റെ കോമ്പോണന്റ് ആണ്. പിന്നെ വരുന്നത് ഏതാ? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിൽ 2 രീതിയിൽ വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിന്റെ ഉപഭോക്താക്കളാണ്. പിന്നെ കോർപ്പറേറ്റീവ് ബാങ്കുകളും വരുന്നുണ്ട്. എല്ലാ ലെവലിലുള്ള കോർപ്പറേറ്റീവ് ബാങ്കുകളും നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിനെ
ആശ്രയിച്ചാണ് അവരുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ എന്തുണ്ട്, ഇവർക്കെല്ലാം എക്സസ് ഫണ്ടും ഡെഫിസിറ്റ് ഫണ്ടും ആവശ്യം വരും. എക്സസ് ഫണ്ട് ഉണ്ടെങ്കിൽ അവർ കടം കൊടുക്കും, ഡെഫിസിറ്റ് ഫണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ കടം വാങ്ങിക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബോറോവിങ് ലെൻഡിങ്ങും എല്ലാം നടത്തുന്നത്. അപ്പോൾ അതിന്റെ ഡീലിങ്സ് എങ്ങനെയാണ് വരുന്നത്, 1 ഇയറിനുള്ളിൽ അതിന്റെ അടവും കാര്യങ്ങളും റീപേയ്മെന്റും റിട്ടേണും എല്ലാം കിട്ടി നമ്മൾ ആ മണി മാർക്കറ്റ് ഡീലിങ്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യൻ മണി മാർക്കറ്റ്, ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ് ഇവരെല്ലാവരും. അൺഓർഗനൈസ്ഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ RBIയുടെ കീഴിൽ അല്ലാതെ വരുന്നവരാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് മണി മാർക്കറ്റിൽ വരുന്നത്. ഇനി അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. അൺഓർഗനൈസ്ഡ്, ഓർഗനൈസ്ഡ് നമ്മൾ ഓൾറെഡി പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അൺഓർഗനൈസ്ഡിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അൺഓർഗനൈസ്ഡ് വരുന്ന എപ്പോഴാണ്? അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ആരുടെ കൺട്രോൾ ഇല്ല, RBIയുടെ കൺട്രോൾ ഇല്ലല്ലോ. അപ്പൊ നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് RBI. എന്താണ്? RBIയുടെ ഡയറക്റ്റ് കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് സെക്ടറിൽ വരുന്നത്. The unorganized sector consists of numerous indigenous bankers and village money lenders also supply funds. Unorganized sector എന്തുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ആരാ? ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, ലോക്കൽ മണി ലെൻഡേഴ്സ്, വില്ലേജ് മണി ലെൻഡേഴ്സ്, പലിശയ്ക്ക് കാശ് കടം കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പം എന്താ, വട്ടിപ്പലിശക്കാരെന്നൊക്കെ പറയും നമ്മൾ, ബ്ലേഡുകാരെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ അവരുടെ പലിശ അല്ല, അവരുടെ ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ട്രേസ് ചെയ്ത് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് പല ടീംസിനെയൊക്കെ ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്നൊക്കെ പണ്ട് കുറേ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അതൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ എന്താ, ഈ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾക്കാരെ ബ്ലേഡ് മാഫിയ, പിന്നെ ഒരു കൊട്ടേഷൻ ആയിട്ടൊക്കെ വരും. അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അവർ കൊടുത്ത പൈസ തിരിച്ച് കിട്ടിയില്ല എങ്കിൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല രീതികളിലും പല കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യാറുണ്ട്. നമ്മൾ പല മൂവികളിലൊക്കെ കാണുന്നതാണ്. പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് ട്രേസ് ചെയ്ത് പിടിക്കാൻ പോകുന്നതും അങ്ങനെ പല മൂവികളിലൊക്കെ നമ്മൾ കാണുന്ന. അപ്പോൾ ഇൻഡിജീനിയസ് ബാങ്കേഴ്സും ഈ വില്ലേജ് മണി ലെൻഡേഴ്സ് അല്ലെ ലോക്കൽ മണി ലെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കയ്യിൽ പരമ്പരാഗതമായിട്ട് പൈസ ഉണ്ട്, അല്ലെ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി ഇഷ്ടം പോലെ പൈസ ഉള്ള ആൾക്കാരാണ്. അവരത് എന്ത് ചെയ്യുന്നു, പലിശയ്ക്ക് കടം കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊരു മണി മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീടിന്റെ അടുത്തോ അല്ലെ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലോ ഒക്കെ ഇങ്ങനെ പൈസ ഉള്ള ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് പോയി പൈസ മേടിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അവരാണ് ഏത് സെക്ടറിൽ ഉൾപ്പെടുന്നത്? അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഉൾപ്പെടുന്നത്. ദ ഫിനാൻസിങ് ഗ്യാപ്പ് ഈസ് മെറ്റ് ബൈ അൺഓർഗനൈസ്ഡ് മാർക്കറ്റ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഒരു ഫിനാൻസിങ് ഗ്യാപ്പ്, നമുക്ക് പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനെ ഈ ഓർഗനൈസ്ഡിൽ പോയി നോക്കി നിന്ന് നമുക്ക് ഒത്തിരി സമയങ്ങൾ പോവും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പൈസയായിട്ടിരിക്കുന്ന ഇൻഡിജീനിയസ് ബാങ്കേഴ്സിനെ, ലോക്കൽ മണി ലെൻഡേഴ്സിനെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദി സെഗ്മെന്റ് ഈസ് generally higher than that in the organized market. ഈ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഏത് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയാലും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ജനറലി ഹയർ ദാൻ ദാറ്റ് ഇൻ ദ ഓർഗനൈസ്ഡ് മാർക്കറ്റ്. ഓർഗനൈസ്ഡ് മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുന്നതിന്റെ ഇരട്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവര് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കത്തുള്ളൂ. അപ്പൊ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ RBIയുടെ സ്ട്രിക്റ്റ് കൺട്രോൾ അല്ല, അവിടെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, ലോക്കൽ മണി ലെൻഡേഴ്സ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഫിനാൻസിങ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഓർഗനൈസ്ഡ് സെക്ടറിനെ സമീപിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണയേക്കാളും വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഡിക്ടോമിക് സ്ട്രക്ചർ ആണെന്ന് ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഇറ്റ് ഹാസ് എ സൈമൾട്ടേനിയസ് എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ദ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആസ് വെൽ ആസ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അപ്പൊ എവിടെയുണ്ട്, കാശിന് ആവശ്യം വന്നാൽ നമ്മൾ ചെന്ന് കാശ് കടം മേടിക്കുന്ന ഇടമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ എന്തുണ്ട്, അത് ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് അൺഓർഗനൈസ്ഡ് ഉണ്ട്, സൈമൾട്ടേനിയസ്ലി ഇതിന് എക്സിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്, ഡിക്ടോമിക് സ്ട്രക്ചർ അല്ലെ ഡിക്ടോമിക് നേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ടും അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ടും ഇന്ത്യൻ മണി മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത സീസണാലിറ്റി. ഒരു സീസണൽ ഫണ്ടിന്റെ ട്രേഡിംഗ് ആണ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. ദ ഡിമാൻഡ് ഫോർ മണി ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഓഫ് സീസണൽ നേച്ചർ. അപ്പൊ ബിസിനസ്സിൽ തന്നെ പല രീതിയിലുള്ള സീസൺസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസയുടെ ആവശ്യം വരുന്ന എപ്പോഴാണ്, നമ്മുടെ ക്ലോസിംഗ്, ഫിനാൻഷ്യൽ ഇയറിന്റെ ക്ലോസിംഗ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പൈസയുടെ കൂടുതൽ ആവശ്യം വരും. ഇനി അതല്ല നമ്മൾ എന്താണ്, ലോൺ കിട്ടാത്ത അവസരങ്ങളിലോ അല്ലെ ഇൻട്രസ്റ്റ് റേറ്റിന് ഫ്ലക്ച്വേഷൻസ് ഉള്ള അവസരങ്ങളിലോ ഒക്കെ നമുക്ക് എന്താ ഫണ്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അന്നേരമാണ് ഒരു സീസണൽ ബേസിസിലാണ് എന്തിന് ഡിമാൻഡ് ഉള്ളൂ, മണി മാർക്കറ്റിന് ഡിമാൻഡ് ഉള്ളൂ.
The multiplicity of interest rate. Interest rate എപ്പോഴും എന്തായിരിക്കും? ഭയങ്കര ഇരട്ടിയായിരിക്കും. Interest rate differ from bank to bank, from period to period in organized and unorganized market. അപ്പോൾ multiplicity of interest rate എന്നാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് റേറ്റ് പല രീതിയിൽ വ്യത്യാസമാണ്. ഒരു ബാങ്കിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കില്ല മറ്റൊരു ബാങ്കിൽ. അപ്പോൾ ബാങ്ക് ടു ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. പീരീഡ് ടു പീരീഡ് ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അൺഓർഗനൈസ്ഡ് ടു ഓർഗനൈസ്ഡിലും എന്തുണ്ടായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ്. നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തില്ല? ഒരു നല്ലൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എന്താ ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് അല്ലെ ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റിന്റെ ഒരു സെക്കൻഡറി സെക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇനി അടുത്തത് ആബ്സെൻസ് ഓഫ് ഇന്റഗ്രേഷൻ. നമുക്കൊരു ഏകീകരണം ഇല്ല. ഏകീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൺട്രോളിങ്, ഒരു റെഗുലേഷൻ, ഒരു സിങ്ക്രണൈസേഷൻ, ഒരു കോർഡിനേഷൻ ഒരിക്കലും നമുക്ക് ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഇല്ല. ദർ ഈസ് ലാക്ക് ഓഫ് കോർഡിനേഷൻ അമംഗ് ഡിഫറെന്റ് കോമ്പോണൻസ് ഓഫ് ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ പലതരത്തിലുള്ള കോമ്പോണൻസ് ഉണ്ട്. അവർ തമ്മിൽ ഒരു യോജിപ്പ് ഐക്യമൊന്നുമില്ല. പല രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ്, പല രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ, പല മച്യൂരിറ്റി ഡേറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. RBI ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ദ കോമ്പോണൻസ് ഇൻ ദ ഓർഗനൈസ്ഡ് സെഗ്മെന്റ്, but it cannot control the components in the unorganized segment. അപ്പോൾ എന്തുണ്ട്? RBIക്ക് ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ഉണ്ട്, പക്ഷേ it cannot control the components in the unorganized segment. അൺഓർഗനൈസ്ഡ് സെഗ്മെന്റിനെ ഒന്നും ഒരിക്കലും RBIയുടെ കൺട്രോളിൽ നിന്ന് നിർത്താനായിട്ട് പറ്റത്തില്ല. നമ്മളിപ്പോൾ എത്ര ഓപ്പറേഷൻ ബിഗ് ഡാഡി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഇതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വാങ്ങിക്കുന്ന വട്ടിപ്പലിശക്കാരെ, അവരുടെ ഫാക്ടറിംഗ് സെക്ഷൻസിനെയൊക്കെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ഇന്റഗ്രേഷൻ എവിടെയില്ല? ഇന്ത്യൻ മണി മാർക്കറ്റിലില്ല. അടുത്ത ലിമിറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്. നമ്മളിവിടെ 7 ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചൊക്കെ പഠിച്ചു. അതൊന്നും പോരാ. അതൊക്കെ എന്താ? ലിമിറ്റഡ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മുടെ ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള, ഇൻവെസ്റ്ററിന് ടൈലർ മെയ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബോറോ ചെയ്യാൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലുള്ളതോ ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ കൊടുത്തിട്ട് കടം മേടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഇൻസ്ട്രുമെന്റുകളൊന്നും ഇല്ല. അപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എവിടെ അവൈലബിൾ അല്ല? ഇന്ത്യൻ മണി മാർക്കറ്റിൽ അവൈലബിൾ അല്ല. In order to meet the varied requirements of the borrower and lenders, it is necessary to develop numerous instruments. അപ്പോൾ ഇഷ്ടംപോലെ ബോറോവേഴ്സിനെ, ലെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ഒക്കെ നമുക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറേ ന്യൂമറസ് ഇൻസ്ട്രുമെന്റ്സ്, വൈഡ് വെറൈറ്റി അല്ലെ കുറെ കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചാലാണ് ആൾക്കാർ കുറെ അധികം മണി മാർക്കറ്റിനെ ആശ്രയിച്ച് വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ഇൻസ്ട്രുമെന്റുകളാണ്. അടുത്ത കോമ്പോണൻസ് ഓർ സബ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത്. കോൾ മണി, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഷോർട്ട് ടേം ലോൺ മാർക്കറ്റ്, റിപ്പോ മാർക്കറ്റ്, ഇങ്ങനെ പല രീതിയിലാണ് ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ കോമ്പോണൻസ് അല്ലെങ്കിൽ സബ് മാർക്കറ്റുകൾ വരുന്നത്. അടുത്തത് നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എന്താന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്താ? അൺഡെവലപ്ഡ് മാർക്കറ്റ്. അപ്പൊ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത്രയ്ക്ക് അങ്ങ് വികസിച്ചിട്ടില്ലാത്ത, ഒരു ഡിമാൻഡ് അങ്ങ് കിട്ടാത്ത രീതിയിലുള്ള മാർക്കറ്റാണ് നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് നോട്ട് വെൽ ഡെവലപ്ഡ്. ഡെവലപ്ഡ് ആണ്, പക്ഷെ എന്താ? ഈസ് നോട്ട് വെൽ ഡെവലപ്ഡ്. നല്ല രീതിയിൽ ഒരു പുരോഗമനം വന്നിട്ടില്ല. എവിടെ പോലെ? ഇപ്പൊ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെ ലണ്ടൻ മണി മാർക്കറ്റോ ന്യൂയോർക്ക് മണി മാർക്കറ്റോ ഒക്കെ പോലെ ഒരു ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ ഇല്ല. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ സബ് മാർക്കറ്റ് ഇല്ല. ഫ്രീ ഫ്ലോ ഓഫ് ഫണ്ട് ആസ് ബിറ്റ്വീൻ സബ് മാർക്കറ്റ് ഓർ സെഗ്മെന്റ്സ് or sub-market, high degree of specialization with regard to dealings in instrument by various institutions and single price of each of the instrument traded. അപ്പോൾ എന്താ? ഈ ലണ്ടൻ മണി മാർക്കറ്റിനെയും ന്യൂയോർക്ക് മണി മാർക്കറ്റിനെയും ഒക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള പോലത്തെ ഒരു ഇന്റഗ്രേഷനോ കോർഡിനേഷനോ ഡെവലപ്മെന്റോ നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഇല്ല. ആരൊക്കെ തമ്മിൽ? സബ് മാർക്കറ്റുകളും സബ് സെഗ്മെന്റുകളും ഇൻസ്ട്രുമെന്റുകളും ഒന്നും തമ്മിൽ അവിടെ എന്തില്ല? ഒരു സിങ്ക്രണൈസേഷൻ അല്ലെ കോർഡിനേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അടുത്ത ഒരു പ്രശ്നമാണ് നോ ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ്. അതെന്താ? നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റ് 2 തരത്തിൽ വരും. ഏതൊക്കെയാ? പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിന് എപ്പോഴും എന്തുണ്ട്? അവിടെ ഒരു സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇന്ത്യൻ മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോ ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ്. നമ്മൾ പല ഇൻസ്ട്രുമെന്റുകളിലും പഠിച്ചു സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ. പക്ഷെ ഇവിടെ എന്താണ്? നല്ല ആക്റ്റീവ് അല്ല. നോ ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ്. There is no active secondary market for many instruments like treasury bills, commercial bills, CPs and CDs, etc. in India. Recently, the RBI has initiated a scheme for the development of secondary market in commercial paper and for trading in securities of deposits and participation certificate.
അപ്പം എന്തില്ല, നമുക്ക് ട്രഷറി ബില്ലിനും കൊമേഴ്ഷ്യൽ പേപ്പറിനൊന്നും നമുക്കിപ്പോൾ ഒരു നല്ലൊരു ആക്റ്റീവായിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി RBI കുറച്ച് ഡെവലപ്മെൻറ്റുകളൊക്കെ സെക്കൻഡറി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അവരെയും കൂടെ ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഒരു ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഇല്ല. അടുത്ത ഒരു കാര്യമാണ് സീസണാലിറ്റി. നമ്മൾ ഫീച്ചർ പറഞ്ഞപ്പോഴും പഠിച്ചിട്ടുണ്ടായിരുന്നു, സീസണൽ ഫണ്ടുകളാണ് ഇന്ത്യൻ മണി മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമാണ് എന്ത്, സീസണാലിറ്റി. എല്ലാ സമയത്തും എന്തില്ല, മണി മാർക്കറ്റിന് ഡിമാൻഡ് ഇല്ല. സീസണൽ ബേസിസിൽ മാത്രമേ മണി മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഇൻസ്ട്രുമെന്റുകൾക്കെല്ലാം ഡിമാൻഡ് ഉള്ളൂ. ആസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് ദ സീസണാലിറ്റി ഇൻ ദ ഡിമാൻഡ് ഫോർ ഫണ്ട്. അപ്പം ഫണ്ടിന്റെ ഡിമാൻഡിന് എന്താണുള്ളത്, ഒരു സീസണാലിറ്റിയാണ്. അതായത് പർട്ടിക്കുലർ സീസണിൽ മാത്രമാണ് ഫണ്ടിന് ഡിമാൻഡ് ഉള്ളൂ. ഫോളോയിങ് ദ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്. എന്താ അഗ്രികൾച്ചർ ഓപ്പറേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫണ്ട് ആവശ്യം വരുന്ന കാലങ്ങളുണ്ട്. ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നുള്ളൂ, ഇന്ത്യൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളുടെ ഡിമാൻഡ് എപ്പോഴും കൂടുന്നുള്ളൂ. ദ ബിസി season for fund extended from November to April and slack season from the May to October. ബിസി സീസൺ എപ്പോഴായിരിക്കും, എപ്പോഴും പൈസയ്ക്ക് ആവശ്യം വരുന്നത് നവംബർ ടു ഏപ്രിൽ മാസങ്ങളിലായിരിക്കും മണി മാർക്കറ്റ് ഡിമാൻഡ് ഉള്ളത്. കുറവ് എപ്പോഴാണ്, മെയ് ടു ഒക്ടോബറിൽ അത്രയ്ക്കൊന്നും ആക്റ്റീവ് അല്ല, സീസൺ ഇല്ലാത്ത സമയമാണ് മണി മാർക്കറ്റിന്. മണി മാർക്കറ്റിൽ എപ്പോഴും ബിസി ആയിട്ടും സീസൺ ആയിട്ടും കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്, നവംബർ ടു ഏപ്രിൽ ആയിരിക്കും. ഇനി നോ ഫോറിൻ പ്ലെയേഴ്സ്. ഇന്ത്യൻ മണി മാർക്കറ്റിൽ എന്തില്ല, ഫോറിൻ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. അവരുടെ ഇടപെടലുകളൊക്കെ വളരെ കുറവാണ്. ബിസൈഡ്സ് ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ insulation from the foreign money market due to the operation of exchange controls in the economy despite some liberalization recently and feeling of the rupee. Another important aspect of the money market is dichotomy between organized and unorganized markets. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് ഫോറിൻ പ്ലെയേഴ്സ് ഇല്ല, റുപ്പിയുടെ വിലയിലെല്ലാം വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഫോറിൻ പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റാത്തത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഡിക്ടോമസ് നേച്ചറാണ്. നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗനൈസ്ഡ് സെക്ടറായിട്ടും അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ടുമാണ് മണി മാർക്കറ്റ് നിലനിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അതും നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ. നമ്മൾ ഫീച്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്റഗ്രേഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വീക്ക്നെസ് ആയിട്ട് ആ സെയിം പോയിന്റ് തന്നെ വരുന്നുണ്ട്, ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ വളരെ കുറവാണ്. ആരൊക്കെ തമ്മിൽ, നമ്മുടെ മണി മാർക്കറ്റുകൾ തമ്മിൽ അല്ലെ നമ്മുടെ സബ് മാർക്കറ്റുകൾ തമ്മിൽ, സെഗ്മെന്റുകളെല്ലാം തമ്മിൽ ഒരു ഇന്റഗ്രേഷൻ നമുക്കിവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് അല്ലെ ഇന്ത്യൻ മണി മാർക്കറ്റിനെ കുറിച്ചും അതിന്റെ പോരായ്മകളെ കുറിച്ചും ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഒക്കെയാണ് പഠിച്ചത്. ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ട് മണി മാർക്കറ്റിനും. ഓർഗനൈസ്ഡ് സെക്ടർ വരുന്നത് RBIയുടെ കൺട്രോളിലായിരിക്കും വരുന്നത്. അത് ഏതൊക്കെയാ, DFHI, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഡെവലപ്മെന്റ് ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോർപ്പറേറ്റീവ് ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് മണി മാർക്കറ്റിന്റെ കീഴിൽ വരുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ RBIയുടെ സ്ട്രിക്റ്റ് കൺട്രോൾ ഇല്ല. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ്, ട്രേഡേഴ്സ്, ബ്രോക്കേഴ്സ് ഇവരൊക്കെ ആയിരിക്കും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റിനെ കുറിച്ചുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ സംബന്ധിച്ചോ നമ്മൾ പറഞ്ഞ കോമ്പോണൻസുകളെ സംബന്ധിച്ചോ ഏതെങ്കിലും ടേംസിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കുക, മനസ്സിലാക്കി